ഇപ്പോൾ ശ്രീ ശിവദാസൻ CPIM നേതാവ് MP ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ശിവദാസൻ, അതായത് ഈ ഇത്രയും വലിയ തുകയൊക്കെ മുടക്കി ഈ സിനിമ ഇറക്കുന്നു, ഇത് ആരാണ് ഈ പണം നൽകിയത് എന്നത് സംബന്ധിച്ച സംശയമൊക്കെ ഉണ്ടാകുന്നു. അതിപ്പോഴാണ് BJPക്ക് ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കും. ഒപ്പം ആടുജീവിതം പോലെയുള്ള സിനിമയുടെ ഷൂട്ടിംഗ് വിദേശത്താണ് നടന്നത്. അന്ന് ചില സാമ്പത്തിക ബന്ധങ്ങൾ ഉണ്ടോ എന്നത് അന്വേഷിക്കണമെന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ BJPയും പാർട്ടിയും ഒന്നും ഈ സിനിമയ്ക്കും എതിരല്ല, ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും എതിരല്ല. ഇവിടെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചുള്ള അന്വേഷണം ഇപ്പൊ രസകരമായ ഒരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. കൊടകരയിലെ അന്വേഷണം എവിടെ എത്തിയെന്ന് നമ്മൾ കണ്ടു. സിനിമാ പ്രവർത്തകർ, സാംസ്കാരിക പ്രവർത്തകർ, ഇവരെയൊക്കെ വേട്ടയാടുന്നതിന് വേണ്ടി ഒരിക്കലും ഭരണഘടനാ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൂടാ. ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം. അത് ഏതെങ്കിലും ഒരു സിനിമയെ മാത്രം മുൻനിർത്തി ഞാൻ പറയുന്നതല്ല. രാജ്യത്തെപ്പോഴും ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ളത് ജനതയുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരു കാരണവശാലും നമ്മുടെ രാജ്യത്തിലെ ജനത ആവിഷ്കാര സ്വാതന്ത്ര്യമില്ലാത്ത, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരു ജനതയായി മാറിക്കൂടാ. അതുകൊണ്ട് കരുതലോടുകൂടി എല്ലാ ആളുകളും സമീപനം സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ചുമതലയാണ്. ഇവിടെ ഇപ്പൊ സമീപകാലത്ത് വലിയ നിലയിലുള്ള വർധന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായി കൊണ്ടിരിക്കുന്നു. കർണാടകത്തിൽ കാണുകയുണ്ടായി, മഹാരാഷ്ട്രയിൽ കാണുകയുണ്ടായി. ചില സ്ഥലത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായി ഇതിനെതിരായി പ്രതികരിക്കണം. ഇത്തരത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ് ഇത്തരം സിനിമകൾ, ഇത്തരം നാടകങ്ങൾ, കലാപ്രവർത്തനങ്ങൾക്കുള്ള സാമ്പത്തിക സ്രോതസ് എവിടെയാണ് എന്നുള്ള ചോദ്യം. താങ്കൾക്ക് കേൾക്കാമോ ശ്രീ ശിവദാസൻ? ശ്രീ ശിവദാസൻ, അദ്ദേഹം യാത്രയിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് ഈ ലഫ്റ്റനന്റ് കേണൽ പദവി അടക്കം മോഹൻലാലിൻ്റേത് തിരിച്ചെടുക്കണം എന്ന ആവശ്യം കൂടിയാണ് ഇപ്പോൾ BJP, ഔദ്യോഗികമായി BJP എന്ന് പറയുന്നില്ല, പക്ഷെ BJP നേതാക്കളടക്കം ആവശ്യപ്പെടുന്നത്. യെസ്, അദ്ദേഹം ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഇല്ല. വളരെയധികം നന്ദി ശ്രീ ശിവദാസനൊപ്പം ശ്രീ രഘുനാഥ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. സജിത്ത്, വളരെ കൃത്യമായി BJP നേതാക്കൾ ആവശ്യപ്പെടുന്നത് ലഫ്റ്റനന്റ് കേണൽ പദവിയടക്കം മോഹൻലാലിൻ്റേത് തിരിച്ചെടുക്കണം. ഇങ്ങനെയൊരു പ്രമേയത്തിൽ അഭിനയിക്കാൻ പാടില്ലായിരുന്നു എന്ന വിചിത്രമായ ന്യായം ഒക്കെയാണ് അവർ ഉന്നയിക്കുന്നത്. അഭിലാഷ്, അത് വളരെ കടുത്ത നിലപാടുകളിലേക്ക് നീങ്ങുന്നു എന്നതിൻ്റെ സൂചനയാണ്. BJPയുടെ ഇന്നലത്തെ കോർ കമ്മിറ്റിയിലടക്കം ഈ വിഷയങ്ങൾ ചർച്ചയായിട്ടില്ല എന്നതാണ് നേതൃത്വം വിശദീകരിക്കുന്ന കാര്യം. പക്ഷേ ഇത് പാർട്ടി വേദികൾ ഉന്നയിക്കുമെന്ന് നേതാക്കൾ തന്നെ പറയുന്നു. മോഹൻലാലിൻ്റെ ലഫ്റ്റനന്റ് കേണൽ പദവി അടക്കം പിടിച്ചെടുക്കണം, അല്ലെങ്കിൽ അത് സംബന്ധിച്ച നീക്കമുണ്ടാവണമെന്ന വാദം ഉയരുമ്പോൾ കൂടുതൽ കടുത്ത നിലപാടുകളിലേക്ക് പോകുന്നു എന്ന സൂചനയാണ്. ഒരു കാര്യം ശ്രദ്ധേയമാണ് അഭിലാഷ്, ഔദ്യോഗികമായി പാർട്ടിക്കും സംഘടനയ്ക്കും ഈ വിഷയത്തിൽ ഒരു നിലപാടില്ല, സിനിമയുടെ വഴിക്ക് എന്നതാണ് അവരുടെ വാദമെങ്കിലും നേതാക്കൾക്കെല്ലാം ഭിന്ന നിലപാടുകളുണ്ട്. അത് പ്രത്യേകിച്ച് ഈ സംഘപരിവാർ അനുകൂലികൾ, ഈ ഇരു പാർട്ടികളിലുമുള്ള സംഘപരിവാർ ഒപ്പമുള്ളവർ എടുക്കുന്ന കടുത്ത നിലപാടുകളാണ്. അതുകൊണ്ട് നേതാക്കൾക്ക് വ്യക്തിപരമായെങ്കിലും ഇതിനെ അനുകൂലിച്ചേ പറ്റൂ എന്ന സാഹചര്യമുണ്ട്. അതുകൂടിയാണ് ഇപ്പോൾ ഈ നീക്കമായി പുറത്തു വരുന്നത്. എന്തായാലും ഓർഗനൈസറിലെ ലേഖനം, ഒപ്പം തന്നെ നേതാക്കളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലുള്ള വ്യക്തിപരമായ അഭിപ്രായ പ്രകടനം, അതൊക്കെ ഇനിയും തുടരാനാണ് സാധ്യത. അതേസമയം ഇതിൻ്റെ അണിയറ പ്രവർത്തകരുടെ പ്രതികരണം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്ന സാഹചര്യം കൂടിയുണ്ട്. എന്തായിരിക്കും അണിയറ പ്രവർത്തകർ വിവാദങ്ങളോട് പ്രതികരിക്കുക? നമുക്കറിയാം, 2 ദിവസം കഴിയുന്നു, 3 ദിവസമാകുന്നു ഈ എമ്പുരാൻ സിനിമ റിലീസായതിനു ശേഷം. ഈ വിവാദങ്ങളോട് ഇതുവരെയും അവരാരും പ്രതികരിച്ചു കണ്ടിട്ടില്ല. അത്തരം പ്രതികരണങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും വലിയ വിമർശനം ഉണ്ടാകുന്നു. ഒരു പക്ഷത്ത് സംഘപരിവാർ കേന്ദ്രങ്ങൾ, മറുവശത്ത് ഇടത് കോൺഗ്രസ് കേന്ദ്രങ്ങൾ സിനിമയ്ക്ക് പിന്തുണയുമായി രംഗത്ത് വരുന്നു എന്നതാണ് പശ്ചാത്തലം. യെസ്, അതുകൊണ്ട് തന്നെ ഈ സജിത്ത് സൂചിപ്പിക്കുന്ന പോലെ ഒരു ഭാഗത്ത് ഇടത് കോൺഗ്രസ് ഹാൻഡിലുകൾ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമുകൾ വളരെ കൃത്യമായി സിനിമയെ പിന്തുണയ്ക്കുന്നുമുണ്ട്. മറുഭാഗത്താണ് വലിയ ആക്ഷേപം. നേരത്തെയൊക്കെ ചില നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായ 1-2 പ്രതികരണങ്ങൾ ആയിരുന്നു നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ കാണാൻ സാധിക്കുന്നത് എങ്കിൽ ഇപ്പോൾ അതിൻ്റെ കൗണ്ട് കൂടി വരുന്നു. ഒപ്പം
നേരത്തെ സിനിമയെക്കുറിച്ച് വലിയ വിമർശനമോ അല്ലെങ്കിൽ അതിൽ അഭിനയിച്ചവരെ കുറിച്ച് വിമർശനമോ അതിൻ്റെ അണിയറ പ്രവർത്തകരെ കുറിച്ചോ ഒന്നും ആയിരുന്നില്ല. ആ സിനിമയുടെ പ്രമേയമായിരുന്നു ചർച്ചയെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. ഒന്ന്, സിനിമയുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണം. സിനിമയുടെ സംവിധായകനായിട്ടുള്ള പൃഥ്വിരാജിൻ്റെ സാമ്പത്തിക ഇടപാട് അന്വേഷിക്കണം. മറ്റൊന്ന്, ലഫ്റ്റനന്റ് കേണൽ പദവി മോഹൻലാലിന് നൽകിയത് തിരികെ എടുക്കണം. ഇങ്ങനെയുള്ള ആവശ്യങ്ങളാണ് കടുപ്പിച്ച് മുന്നേറുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം തന്നെ അഭിലാഷ്. ഈ തരത്തിലേക്ക് അതിൻ്റെ പശ്ചാത്തലം മാറുന്നു എന്ന സാഹചര്യമാണ്. മുമ്പ് ഈ സിനിമയുടെ അതിൻ്റെ ഉള്ളടക്കം അതാണ് ചോദ്യം ചെയ്യപ്പെടുക, ചർച്ച ചെയ്യപ്പെട്ടിരുന്നതെങ്കിൽ അതിനുമപ്പുറം അണിയറ പ്രവർത്തകരുടെ വ്യക്തിപരമായ പ്രവർത്തനങ്ങളിലേക്കും അവരെ കേന്ദ്രീകരിച്ചുള്ള നീക്കത്തിലേക്ക് ഇത് വരുന്നു എന്നതാണ് പശ്ചാത്തലം. ഒരുപക്ഷെ പൃഥ്വിരാജിനെ മാത്രമായിരുന്നു ഇതുവരെ അവർ ലക്ഷ്യമിട്ടിരുന്നെങ്കിൽ മോഹൻലാൽ കൂടി ഇപ്പോൾ അതിലേക്ക് ശക്തമായി ഉന്നയിക്കപ്പെടുന്നു. ഒരു വിഭാഗം മോഹൻലാൽ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് എന്ന് വാദമുയർത്തുന്നുണ്ട്. പക്ഷേ മോഹൻലാൽ ലഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ ആ സ്ഥാനം പിടിച്ചെടുക്കണം എന്ന വാദം കൂടി ഉന്നയിക്കപ്പെടുമ്പോൾ അതൊന്നുകൂടി ശക്തമായി മാറുന്നു എന്നതാണ് സാഹചര്യം. ഈ പൃഥ്വിരാജിന്റെ വിദേശ ബന്ധം അന്വേഷിക്കണം. ഒപ്പം തന്നെ ഈ സിനിമയുടെ പണ സോഴ്സ് അന്വേഷിക്കണം, എവിടുന്ന് പണം വന്നു എന്ന വാദം അന്വേഷിക്കണം തുടങ്ങിയ വാദങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരുപക്ഷെ അഭിലാഷ് ഇനിയിപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടല്ലെങ്കിൽ കൂടിയും അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സാമ്പത്തിക അന്വേഷണം നടന്നാൽ പോലും ഈ വിവാദത്തിന്റെ ഭാഗമായിട്ടാണ് ആ അന്വേഷണം എന്ന തരത്തിൽ പോലും ചിത്രീകരിക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് ഈ സിനിമയുടെ ഇനി അങ്ങോട്ടുള്ള നീക്കങ്ങളെല്ലാം നിർണായകമാണ്. ഒരു സൈഡിൽ രാഷ്ട്രീയ വിവാദം നടക്കുമ്പോൾ മറുഭാഗത്ത് ഈ സിനിമയുടെ സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ചോ മറ്റുമുള്ള എന്തെങ്കിലും അന്വേഷണ നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നതും പ്രസക്തമാണ്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായ കേന്ദ്ര ഭരണകക്ഷിയായ BJPയുടെ നേതാക്കളാണ് ഇത്തരമൊരു ആവശ്യം ഉന്നയിക്കുന്നത് എന്നുകൂടി പ്രസക്തമാണ്. പക്ഷേ BJPയുടെ ഔദ്യോഗിക മുഖമുള്ള സംസ്ഥാന പ്രസിഡന്റോ അല്ലെങ്കിൽ അങ്ങനെ ചുമതലപ്പെട്ട ഭാരവാഹികൾ ആരും അത്തരം നിലപാടുകളിലേക്ക് വന്നിട്ടുമില്ല, വരാനും സാധ്യതയില്ലെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം സിനിമ പുറത്തിറങ്ങിയ പശ്ചാത്തലത്തിൽ സിനിമയുടെ വഴിക്ക് വിടുക എന്ന പരസ്യ നിലപാടായിരിക്കും അവർ സ്വീകരിക്കുക. അതേസമയം വ്യക്തിപരമായ ഇത്തരം വിമർശനങ്ങൾ ഇനിയും എപ്പോഴും സജിത്ത്, അല്പസമയം മുമ്പ് രഘുനാഥിനെ പോലെയുള്ളവർ വളരെ കൃത്യമായി പറയുന്നു, അതായത് മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി പിൻവലിക്കണമെന്ന ആവശ്യമടക്കം താൻ പാർട്ടിയിൽ ഉന്നയിച്ചു കഴിഞ്ഞു എന്നുള്ളത് പറയുന്നു. അതിന് മറുപടി എന്ത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പരിശോധിക്കാം എന്നാണ് പറഞ്ഞത് എന്നുള്ളതാണ് നമ്മളോട് പ്രതികരിച്ചത്. പക്ഷേ അങ്ങനെ ഒരു ആവശ്യം പാർട്ടിയിൽ ഉന്നയിക്കപ്പെട്ടു, അത് വളരെ കൃത്യമായി മുതിർന്ന നേതാക്കളിൽ നിന്ന് ഉന്നയിക്കപ്പെട്ടു എന്നത് ഇതിലൂടെ തന്നെ വ്യക്തമാണ്. അതിന് പാർട്ടിക്ക് കുറഞ്ഞപക്ഷം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുമ്പോൾ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങളെങ്കിലും ഉണ്ടാകുമല്ലോ. ആ ചോദ്യങ്ങൾക്കെങ്കിലും മറുപടി പറഞ്ഞു പോകേണ്ടി വരില്ലേ BJPക്ക്? തീർച്ചയായും പറയേണ്ടി വരും. നമുക്ക് ശ്രദ്ധേയമായ കാര്യം, ഈ കോർ കമ്മിറ്റി യോഗം ഈ സിനിമാ വിവാദങ്ങൾക്ക് തൊട്ട് പിന്നാലെ തന്നെ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ കോർ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. പുതിയ അധ്യക്ഷന്റെ ചുമതലയിൽ ചേർന്ന യോഗമാണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളെ കണ്ടിട്ടില്ല. പകരം മാധ്യമങ്ങളെ കണ്ടത് സംസ്ഥാനത്തെ ചുമതലപ്പെട്ട S. സുരേഷും P. സുധീറും കോർ കമ്മിറ്റി അംഗങ്ങളായ അവർ രണ്ടുപേരുമാണ് മാധ്യമങ്ങളെ കണ്ടത്. അവർ കണ്ടിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. ഇതിൽ പാർട്ടിയുടെ നിലപാടായി BJP ഔദ്യോഗികമായി വിശദീകരിച്ചത് സിനിമയുടെ വഴിക്കാണ്, മറ്റ് രീതിയിലാണ്. പക്ഷേ ആ സിനിമയുടെ അജണ്ടയിൽ മറ്റു ചില അജണ്ടകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്ന വാദം അവർ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനപ്പുറം പാർട്ടിയിലെ ചർച്ചകൾ അവർ സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഈ രഘുനാഥ് സൂചിപ്പിക്കുന്നത് പോലെ എങ്ങനെയെങ്കിൽ BJPക്കകത്ത് ശക്തമായ വാദം ആ തരത്തിൽ തന്നെ ഉയർന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഓർക്കുക, രാജീവ് ചന്ദ്രശേഖർ തന്നെ താൻ സിനിമയ്ക്ക് പൂർണ്ണ പിന്തുണ അർപ്പിച്ച് നിലപാടെടുത്ത വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം പോലും വെട്ടിലാവുന്ന സാഹചര്യമുണ്ടായി. അദ്ദേഹം സിനിമ കാണാൻ ഇതുവരെയും പോയിട്ടില്ല. കേരളത്തിലെ ഏതെങ്കിലും തിയേറ്ററിൽ അദ്ദേഹം സിനിമ കാണുമോ എന്ന ആകാംക്ഷ പൊതുവിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം കൊണ്ടാണെന്ന് തോന്നുന്നു രാജീവ് ചന്ദ്രശേഖർ അതിന് തുനിഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരുപക്ഷെ ഡൽഹിയിലെത്തി ഈ സിനിമ കണ്ടേക്കും എന്നതാണ് അദ്ദേഹവുമായി അടുത്ത കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്ന വിവരം. ഇതാണ് നിലവിലുള്ള രാഷ്ട്രീയ പശ്ചാത്തലം. എമ്പുരാൻ എന്ന സിനിമ തൊടുത്തുവിട്ട വിവാദങ്ങൾ അത് ചെറുതല്ല. അതിലേറ്റവും പ്രധാനം, ഇത്തരം സിനിമകൾ അത് റിലീസിങ്ങിന് മുമ്പ് തന്നെ വിവാദത്തിൽ പെടാറുണ്ട് എന്നതാണ് മുൻകാലങ്ങളുടെ അനുഭവം. പക്ഷേ എമ്പുരാന്റെ കാര്യത്തിൽ അതൊരു വലിയ സസ്പെൻസ് ആയിരുന്നു. സെൻസർ ബോർഡിന് പോലും പിടിക്കാൻ പറ്റാത്ത രീതിയിൽ അതിൻ്റെ പ്രമേയം ചർച്ചയാവുകയും റിലീസിങ്ങിന് ശേഷം മാത്രം അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി എന്നതാണ് സാഹചര്യം. എന്തായാലും ആ സസ്പെൻസ് ഒളിപ്പിച്ചതിൽ ഒരു പക്ഷേ ഇതിൻ്റെ അണിയർ പ്രവർത്തകർക്ക് അഭിമാനിക്കാനുണ്ട്. കാരണം അത്ര അധികം സസ്പെൻസ് ആയിട്ട് വേണം അവർ അവതരിപ്പിച്ചത്. ഇതുവരെ അതിൻ്റെ മേക്കിങ്ങും വലിയ ബിഗ് ബജറ്റും ഒക്കെയാണ് ചർച്ച ചെയ്യപ്പെട്ടതെങ്കിൽ ഇപ്പോൾ അത് അതിൻ്റെ പ്രമേയത്തിലേക്ക് തന്നെ കേന്ദ്രീകരിച്ച് ചർച്ചകൾ നടക്കുന്നു എന്നാണ് പശ്ചാത്തലം. തീർച്ചയായും പ്രമേയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തിരക്കഥാകൃത്ത് അല്ലെങ്കിൽ മുരളി ഗോപിയുടെ അസാന്നിധ്യമൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലമടക്കം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം കൂടിയാണുള്ളത്. ലഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചെടുക്കണം,
മോഹൻലാലിൻ്റേത് എന്ന് ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെയും സജിത്ത് ഈ ലഫ്റ്റനന്റ് കേണൽ പദവി അടക്കം ആഘോഷിച്ചതിലും RSS ഹാൻഡിലുകൾക്ക് വലിയ പങ്കുണ്ട്. അതിന് പിന്നിലൊക്കെ പ്രവർത്തിച്ചത് മേജർ രവിയെ പോലെ ഉള്ളവർ ആയിരുന്നു. മോഹൻലാലിന് അങ്ങനെ ലഭിക്കുമ്പോൾ വലിയ അഭിമാനം എന്ന നിലയിലൊക്കെ ഉയർത്തി കാണിച്ച ഹാൻഡിലുകൾ തന്നെയാണിപ്പോൾ വലിയ വിമർശനവുമായി രംഗത്ത് വരികയും ചെയ്യുന്നത്. ഇതിലിപ്പോൾ ഈ പാർട്ടിക്കുള്ളിലും കൃത്യമായ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? അതായത് ഇതിപ്പോൾ എന്ത് പറയണം, എങ്ങനെ പറയണം എന്നത് സംബന്ധിച്ചും പാർട്ടിക്കൊരു വ്യക്തതയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? അതുതന്നെയാണ് അഭിലാഷ് സംഭവിച്ചിരിക്കുന്നത്. പ്രധാനമായും പൃഥ്വിരാജ് നേരത്തെ തന്നെ ഒരു സംഘപരിവാർ വിരുദ്ധ നിലപാടുള്ള വ്യക്തിയാണ് എന്ന് അവർ നിലപാടെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് പൃഥ്വിരാജിനെ എതിർക്കുന്ന കാര്യത്തിൽ കുഴപ്പമില്ല. അതേസമയം നോക്കൂ, മോഹൻലാൽ, മറ്റൊന്ന് മുരളി ഗോപിയാണ്. ഈ സിനിമയുടെ അണിയറ പ്രവർത്തനങ്ങളിലെ സുപ്രധാന സ്ഥാനങ്ങൾ വഹിച്ച രണ്ടുപേർ. പ്രധാന നടനായ നായകനായ മോഹൻലാൽ, അദ്ദേഹത്തിൻ്റെ ഒരു സംഘപരിവാർ അനുകൂല നിലപാട് ഉണ്ട് എന്ന് അവർ തന്നെ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കേണൽ പദവി ലഭിച്ചതും പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിലുമൊക്കെ ആ തരത്തിലുള്ള ഇടപെടലുകൾ അവർ തങ്ങളുടെ ആളാണ് മോഹൻലാൽ എന്ന് അവർ ഏറ്റെടുത്തിരുന്ന വ്യക്തിയാണ്. സ്വാഭാവികമായും മോഹൻലാലിനെതിരെ ഇനിയൊരു നിലപാടെടുക്കുന്നതിൽ അവർക്ക് ആശയക്കുഴപ്പമുണ്ട്. രണ്ടാമത്തെ വ്യക്തി, ഈ സിനിമയുടെ തിരക്കഥാകൃത്ത് മുരളി ഗോപി ഒരു പ്രഖ്യാപിത BJP അനുകൂലിയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവടക്കം അത് BJP അംഗമായിരുന്നു താനും. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും എങ്ങനെ ഇങ്ങനെയൊരു സിനിമ ഉണ്ടായി എന്ന ചോദ്യമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ ആശയക്കുഴപ്പത്തിലായ സംഘപരിവാർ കേന്ദ്രങ്ങൾ നൽകുന്ന പൊതുവിശദീകരണം മുരളി ഗോപിയെയും മോഹൻലാലിനെയും ഇവർ വെട്ടിലാക്കി, പൃഥ്വിരാജ് വെട്ടിലാക്കി എന്ന വാദമാണ്. പക്ഷേ ആ വാദം എത്ര കണ്ട് വിശ്വസനീയമാകും എന്നത് നമുക്ക് തന്നെ അറിയാം. കാരണം ഒരു സിനിമയുടെ പിന്നണിയിൽ നിൽക്കുന്ന തിരക്കഥാകൃത്ത് സ്വാഭാവികമായും അതിൻ്റെ സംഭാഷണമടക്കം അതിൻ്റെ കൃത്യമായ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ് തിരക്കഥാകൃത്ത്. അദ്ദേഹം അറിയാതെ ഇത്തരമൊരു പ്രമേയമുണ്ടാകുമെന്ന ചോദ്യം സ്വാഭാവികമായും ഉണ്ടാകും. അതുകൊണ്ട് ആ സംഘപരിവാറിൻ്റെ ആ വാദം വിശ്വസിക്കുന്നതുമല്ല എന്ന് മാത്രമല്ല നിലനിൽക്കാൻ സാധ്യതയുമില്ല. രണ്ട്, മോഹൻലാലാണ് പ്രധാന നടൻ എന്ന രീതിയിൽ മോഹൻലാലിനെ കബളിപ്പിച്ചു എന്ന വാദത്തും എത്ര കണ്ട് നിലനിൽക്കുമെന്ന കാര്യവും സംശയകരമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എങ്ങനെ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നു എന്നതിൽ ആശയക്കുഴപ്പമുണ്ട്. പൊതുവിൽ മോഹൻലാലിനോടും മുരളി ഗോപിയോടും മൃദു സമീപനം സ്വീകരിച്ചുകൊണ്ട് പൃഥ്വിരാജിനെ കടന്നാക്രമിക്കുന്ന ശൈലി ഉണ്ട്. അതിനിടയിലാണ് ചില നേതാക്കൾ, രഘുനാഥിനെ പോലെയുള്ള നേതാക്കൾ മോഹൻലാലിനെതിരെയും കടുത്ത നിലപാടുകൾ എടുത്തുകൊണ്ട് രംഗത്ത് വരുന്നു എന്നതാണ് സാഹചര്യം. നേതാക്കളുടെ ഈ രാഷ്ട്രീയ നിലപാടുകളും നീക്കങ്ങൾക്കും അപ്പുറം ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണ നീക്കവുമായി സർക്കാർ ഏജൻസികൾ കൂടി രംഗത്ത് വന്നാൽ ഈ വിവാദത്തിന്റെ പശ്ചാത്തലം ഒന്ന് മാറും എന്ന രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. ഇതിനിടയിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അണിയറ പ്രവർത്തകരുടെ വാക്കുകൾ. തീർച്ചയായും അതും വളരെ പ്രധാനപ്പെട്ടതാണല്ലോ സജിത്ത്. ഇപ്പോഴും അതായത് ഈ സിനിമയുടെ റിലീസിങ്ങിന് മുമ്പ് ഇതിന്റെ ഉള്ളടക്കം, പ്രമേയം ഒക്കെ വളരെ സസ്പെൻസായി നിലനിർത്താൻ അതിന്റെ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചു. നേരത്തെ നമുക്കറിയാം പ്രിവ്യൂ ഷോ നടത്താത്തതിന് പോലും വലിയ വിമർശനം ഉയരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ അത്തരം ഷോകളിൽ പോലും എന്തൊക്കെയാണെങ്കിലും ഇതൊരു ബിഗ് ബജറ്റ് ചിത്രമാണ് എന്നതിൽ തർക്കമില്ല. അതിൽ എത്ര മുടക്കി എന്നതൊക്കെ തർക്കവിഷയമാകാം, മുടക്കിയ പണം എവിടെ നിന്ന് ലഭിച്ചു എന്നതും തർക്കവിഷയമാകാം. പക്ഷേ പടം കണ്ടവർക്ക് വളരെ ബോധ്യപ്പെടുന്ന ഒന്നാണ്, അതൊരു വലിയ പണം മുടക്കി എടുത്തിട്ടുള്ള ചിത്രം ആണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് തിരിച്ചു പിടിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. ആ നിലയിലുള്ള പബ്ലിസിറ്റി അതിന് ലഭിച്ചു. വലിയ സ്വീകാര്യത ഇപ്പോഴും സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. കാര്യമായ ഒരു പ്രതികരണവും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ സിനിമയുടെ അണിയറ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല. അതിനുശേഷം പലതരത്തിലുള്ള വിവാദങ്ങൾ, ഇപ്പോൾ ഓരോ ദിവസവും വിവാദങ്ങൾ മാറിമറിയുകയാണ്. സിനിമയുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടാകുമ്പോഴും അണിയറ പ്രവർത്തകരുടെ ആരുടെയും ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുമുള്ള പ്രതികരണങ്ങളും പുറത്തു വന്നിട്ടില്ലല്ലോ. അണിയറ പ്രവർത്തകരുടെ പ്രതികരണം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്ന സാഹചര്യമായിരിക്കും ഉള്ളത്. അഭിലാഷ്, ഒരുപക്ഷെ ബോധപൂർവമായ മൗനമായിരിക്കാം അവർ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത്. കാരണം ഈ ഘട്ടത്തിൽ പ്രതികരണം നടത്തേണ്ടതില്ല. രണ്ട് രീതിയിലായിരിക്കാം അവരുടെ വെല്ലുവിളി. ഒന്ന്, ഇത്തരം വലിയ ബിഗ് ബഡ്ജറ്റ് പടമാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ കളക്ഷനെ ഒരു തരത്തിലും ഈ വിവാദം സ്വാധീനിക്കരുത് എന്നവർ കരുതുന്നുണ്ടാവാം. ഒരുപക്ഷെ ഈ വിവാദം മറ്റൊരു തരത്തിൽ ഗുണമാകുമോ, എങ്ങനെയെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുക എന്നൊരു സാധ്യത കൂടി ഈ തന്ത്രങ്ങളുടെ ഭാഗമായി ഉയർത്തിരിഞ്ഞു വരികയും ചെയ്യുന്നുണ്ടാവാം. അഭിലാഷ്, മറ്റൊരു വിവരം കൂടി പുറത്തു വരുന്നതുണ്ട്. ഈ സിനിമയുടെ സെൻസറിങ് സമയത്ത് എന്തുകൊണ്ട് ഇത് പരിശോധിക്കപ്പെട്ടില്ല എന്ന ചോദ്യമാണ് BJP നേതാക്കൾക്കിടയിൽ തന്നെയുള്ളത്. ഇത് കോർ കമ്മിറ്റി യോഗത്തിൽ ചർച്ചയായതാണ്. ഇത് സംബന്ധിച്ച് പരിശോധന ഉണ്ടാകുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉറപ്പു നൽകി എന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇത് BJP ഔദ്യോഗികമായി നിഷേധിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഇതിനിടയിൽ ഈ സെൻസറിങ് കമ്മിറ്റിയിൽ, സെൻസർ ബോർഡിൻ്റെ ഇതിൻ്റെ സ്ക്രീനിങ്ങിൽ പങ്കെടുത്ത നേതാക്കളെക്കൂടെ വിവരങ്ങൾക്ക് വരുന്നുണ്ട്. സ്വരൂപ കർത്ത പ്രധാനപ്പെട്ട BJPയുടെ ഒരു നേതാവിൻ്റെ പത്നിയാണ്. ഒപ്പം റോഷ്നി ദാസ്, മറ്റൊന്ന് GM മഹേഷ്, മഞ്ജു ഹസൻ, ഇവരൊക്കെയാണ്
ഈ സെൻസറിങ്ങിൽ പങ്കെടുത്തത്. ഇവരെല്ലാവരും RSSന്റെയും BJPയുടെയും നോമിനികളാണ്. ഈ വാദം, ഇതിന്റെ കണക്കുകളും ഇതിൽ പങ്കെടുത്തവരുടെ വിവരങ്ങളും പുറത്തുവിടുന്നത് സംഘപരിവാർ കേന്ദ്രങ്ങൾ തന്നെയാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതായത് വലിയ എതിർപ്പ് ഇക്കാര്യത്തിൽ അവർക്കിടയിൽ തന്നെയുണ്ട്. സെൻസർ ബോർഡ് അംഗങ്ങൾ എവിടെയായിരുന്നു? ഇത്ര അധികം വിവാദമുള്ള RSSനെയും BJPയെയും മോശമായി ചിത്രീകരിക്കുന്ന ഒരു സിനിമ പുറത്തിറങ്ങുന്ന ഘട്ടത്തിൽ സെൻസർ ബോർഡ് അംഗങ്ങൾ എവിടെയിരുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത്. സ്വാഭാവികമായും ആ വിവാദം തന്നെ വലിയ രീതിയിൽ മറുപടി പറയേണ്ടത് BJPയിലേക്ക് തന്നെയാണ്. ആ ചോദ്യം സ്വാഭാവികമായും ഉണ്ടാവുകയും ചെയ്യും. പല നേതാക്കളും ഈ സിനിമയ്ക്കെതിരെ പോസ്റ്റ് ഇടുമ്പോൾ അതിന് താഴെ വരുന്ന കമന്റുകളിൽ ഏറ്റവും മുഖ്യം, ഈ സിനിമ സെൻസർ ചെയ്തത് ഇന്ത്യയിൽ തന്നെയല്ലേ, പാകിസ്ഥാനിലല്ലോ സെൻസർ ചെയ്ത്, അത് നിയന്ത്രിക്കുന്നത് BJP കേന്ദ്ര